ഡിയർ സ്റ്റുഡൻസ്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ ഫെർട്ടിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫെർട്ടിഗേഷൻ യൂണിറ്റ്സിനെ പറ്റിയാണ്. എന്താണ് ഫെർട്ടിഗേഷൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്താണ് ഫെർട്ടിഗേഷൻ? ഒരു ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ കൂടെ, അതായത് വിളകൾക്ക് ജലസേചനം നടത്തുന്ന ആ വെള്ളത്തിൽ തന്നെ വളം കൂടി ചേർത്ത് ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഫെർട്ടിഗേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഫെർട്ടിലൈസറിന്റെ ഫെർട്ടിയും ഇറിഗേഷന്റെ ഗേഷനും കൂടി ചേർന്നാൽ ഫെർട്ടിഗേഷനായി. എല്ലാ വളങ്ങളും ഫെർട്ടിഗേഷൻ അനുയോജ്യമല്ല. വെള്ളത്തിൽ അലിയുന്ന, എന്നാൽ അലിഞ്ഞു കഴിഞ്ഞാൽ രാസപ്രവർത്തനം നടന്ന് കട്ട പിടിക്കാത്ത ഫെർട്ടിലൈസേഴ്സ് വേണം ഫെർട്ടിഗേഷന് ഉപയോഗിക്കുവാൻ. അല്ലാത്ത പക്ഷം ഡ്രിപ്പേഴ്സിന്റെ വളരെ ചെറിയ സുഷിരങ്ങൾ ക്ലോഗിംഗ് ഉണ്ടായി അടഞ്ഞു പോകുന്നതിന് കാരണമാകും. യൂറിയ, അമോണിയം സൾഫേറ്റ്, അമോണിയം നൈട്രേറ്റ് തുടങ്ങിയ വളങ്ങളൊക്കെ ഫെർട്ടിഗേഷന് അനുയോജ്യമായവയാണ്. ഫെർട്ടിഗേഷന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. വെഞ്ചുറി ഇഞ്ചക്ടർ ഉണ്ട്, ഫെർട്ടിലൈസർ ടാങ്ക്, ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പ്. ആദ്യമായിട്ട് നമുക്ക് വെഞ്ചുറി ഇഞ്ചക്ടറിനെ പറ്റി പഠിക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പ്രവർത്തിപ്പിക്കാവുന്നതുമായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് വെഞ്ചുറി ഇഞ്ചക്ടർ. ഇതാണ് വെഞ്ചുറി ഇഞ്ചക്ടർ. വശങ്ങളിലുള്ള ഈ 2 പൈപ്പുകളാണ് മെയിൻ ലൈനിലേക്ക് ഘടിപ്പിക്കുന്നത്. മെയിൻ ലൈനിൽ ഘടിപ്പിക്കുന്ന ഈ പൈപ്പുകൾ, ഒന്ന് വെള്ളത്തിന്റെ എൻട്രി പോയിന്റ് ആയിരിക്കും, മറ്റേത് വെള്ളത്തിന്റെ എക്സിറ്റ് പോയിന്റ് ആയിരിക്കും. ആ 2 പൈപ്പുകളും 2 കൺട്രോൾ വാൽവുകൾ ഉപയോഗിച്ചിട്ട് അടച്ചു വെച്ചിരിക്കും. താഴേക്ക് കിടക്കുന്ന ഈ ട്യൂബ് കണ്ടോ? ഈ ട്യൂബാണ് ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ്. ഈ ട്യൂബാണ് നമ്മൾ ഫെർട്ടിലൈസർ അടങ്ങിയ ബക്കറ്റിനകത്തേക്ക് മുക്കി വെക്കുന്നത്. ഈ ട്യൂബ് വഴിയാണ് ഫെർട്ടിലൈസർ മേളിലേക്ക് എത്തുന്നത്. ഈ ട്യൂബ് വെഞ്ചുറി ട്യൂബുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗം വളരെ വീതി കുറഞ്ഞ ഒരു നാരോ പാസേജ് ആണ്. അതുപോലെ മെയിൻ ലൈനിൽ ഒരു വീൽ വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ വെഞ്ചുറി യൂണിറ്റില് പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീൽ വാൽവ് ഘടിപ്പിച്ചേക്കുന്നത്. ഈ പ്രഷർ ഡിഫറൻസ് അറിയാനായിട്ട് ചില വെഞ്ചുറി യൂണിറ്റുകളിൽ ഈ എൻട്രി പോയിന്റിന് മുമ്പും എക്സിറ്റ് പോയിന്റിന് ശേഷവും ഓരോ പ്രഷർ ഗേജുകൾ ഘടിപ്പിക്കും. അപ്പം ആ പ്രഷർ ഗേജിലെ പ്രഷർ ഡിഫറൻസ് നോക്കിയിട്ട് ആണ് വെഞ്ചുറി പ്രവർത്തിപ്പിക്കുന്നത്. ഇനി വെഞ്ചുറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ വെഞ്ചുറി ട്യൂബിനെ മെയിൻ ലൈനുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഈ 2 കൺട്രോൾ വാൽവുകൾ ഓപ്പൺ ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? മെയിൻ ലൈനിൽ കൂടി പോകുന്ന വെള്ളത്തിൽ കുറച്ച് വെള്ളം ഈ വെഞ്ചുറി പൈപ്പിൽ കൂടെയും ഒഴുകാൻ തുടങ്ങും. വെഞ്ചുറി പൈപ്പിൽ കൂടി വെള്ളം ഒഴുകുമ്പോൾ ഈ ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടെയും കുറച്ച് വെള്ളം താഴേക്ക് ഒഴുകും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ലൈനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ വീൽ വാൽവ് പതിയെ ക്ലോസ് ചെയ്യണം. ഈ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലും പ്രഷർ ഗേജുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ പ്രഷർ ഡിഫറൻസ് ഒരു 0.2 kg/cm² എത്തുന്നത് വരെ ഈ വീൽ വാൽവ് പതിയെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ പ്രഷർ ഗേജുകൾ ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരു പതിയെ ഒരു 1/4 ഭാഗം ആവുന്നത് വരെ ക്ലോസ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും?
ഈ വെഞ്ചുറി ട്യൂബിൽ കൂടി സ്പീഡിൽ വെള്ളം ഒഴുകാൻ തുടങ്ങും. ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ് ഘടിപ്പിച്ച ഈ ഭാഗത്ത് വെഞ്ചുറി ട്യൂബ് വളരെ വീതി കുറഞ്ഞ് ഒരു നാരോ പാസേജ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു നാരോ കൺസ്ട്രക്ഷൻ ആണ് ആ ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ് ഘടിപ്പിച്ച ഭാഗം. ബെർണോളിസ് തിയറം അല്ലെങ്കിൽ വെഞ്ചുറി എഫക്റ്റ് തിയറി അനുസരിച്ച് ഈ കൺസ്ട്രക്ഷൻസിൽ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂടിയിട്ട് പ്രഷർ കുറയും. വെഞ്ചുറി ട്യൂബിന്റെ ആ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വലുതാക്കി കാണിച്ചിരിക്കുന്നത്. വീതി കൂടിയ അല്ലെങ്കിൽ പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് വീതി കുറഞ്ഞ പ്രഷർ കുറഞ്ഞ ഭാഗത്തെത്തിയിട്ട് വെള്ളം വീണ്ടും വീതി കൂടിയ അല്ലെങ്കിൽ പ്രഷർ കൂടിയ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ് ഘടിപ്പിച്ച ഈ ഭാഗത്ത് ഒരു വാക്വം ഉണ്ടാവുന്നു. ഈ സമയത്ത് ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ് ഫെർട്ടിലൈസർ സൊല്യൂഷൻ അടങ്ങിയ ബക്കറ്റിനകത്തേക്ക് നമ്മൾ മുക്കി വെക്കണം. അങ്ങനെ പ്രഷർ കൂടിയ ഫെർട്ടിലൈസർ സൊല്യൂഷൻ അടങ്ങിയ ആ ബക്കറ്റിനകത്ത് നിന്ന് വളലായനി സക്ഷൻ ട്യൂബിൽ കൂടി ഈ വാക്വത്തിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടും. അങ്ങനെ വലിച്ചെടുക്കപ്പെടുന്ന ഫെർട്ടിലൈസർ സൊല്യൂഷൻ വെഞ്ചുറി ട്യൂബിൽ കൂടി ഒഴുകുന്ന വെള്ളത്തോട് ചേർന്ന് മെയിൻ ലൈനിലേക്ക് കയറി ചെടികളുടെ ചുവട്ടിലേക്ക് എത്തുന്നു. ഇത് ജെയിൻ ഇറിഗേഷൻസിന്റെ ഒരു വെഞ്ചുറി ആനിമേഷൻ വീഡിയോയാണ്. വെഞ്ചുറി ട്യൂബ് മെയിൻ ലൈനുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന 2 കൺട്രോൾ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നു. മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളം വെഞ്ചുറി ട്യൂബിൽ കൂടി ഒഴുകുന്നു. കുറച്ച് വെള്ളം ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടി താഴേക്കും ഒഴുകുന്നു. അതിനുശേഷം നമ്മൾ മെയിൻ ലൈനിലുള്ള വീൽ വാൽവ് പതിയെ ക്ലോസ് ചെയ്യുന്നു. വീൽ വാൽവ് ഒരു 1/4 ഭാഗത്തോളം ക്ലോസ് ചെയ്യുമ്പോഴേക്കും വെഞ്ചുറി ട്യൂബിൽ കൂടി വെള്ളം ശക്തിയായി ഒഴുകുന്നു. വെഞ്ചുറി ട്യൂബിന്റെ ആ കൺസ്ട്രക്ഷനിൽ വെള്ളം എത്തുമ്പോൾ വെള്ളത്തിന്റെ വെലോസിറ്റി കൂടുന്നു, പ്രഷർ കുറയുന്നു, അവിടെ ഒരു വാക്വം ഫോം ചെയ്യുന്നു. വാക്വത്തിലേക്ക് താഴെ നിന്ന് ഒരു സക്ഷൻ അനുഭവപ്പെടുന്നു. ആ സമയത്ത് നമ്മൾ ഫെർട്ടിലൈസർ സൊല്യൂഷൻ അടങ്ങിയ ബക്കറ്റിലേക്ക് ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ് മുക്കി വയ്ക്കുന്നു. പ്രഷർ കൂടിയ ഫെർട്ടിലൈസർ സൊല്യൂഷൻ ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടി വാക്വത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. ഫെർട്ടിലൈസർ സൊല്യൂഷൻ വെഞ്ചുറി ട്യൂബിൽ കൂടി ഒഴുകുന്ന വെള്ളവുമായി കലർന്ന് മെയിൻ ലൈനിലെത്തി ചെടികളുടെ ചുവട്ടിലെത്തുന്നു. പോയിന്റ്സ് ഒന്നുകൂടി നമുക്ക് നോക്കാം. വെഞ്ചുറിയുടെ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും നമ്മൾ മെയിൻ ലൈനിലാണ് ഫിക്സ് ചെയ്യുന്നത്, മെയിൻ ലൈനിലാണ് ഘടിപ്പിക്കുന്നത്. അപ്പം ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വെഞ്ചുറി പ്രവർത്തിക്കുന്നത്. അപ്പം പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വീൽ വാൽവ് ഉപയോഗിച്ചിട്ടാണ്. ആദ്യമേ തന്നെ കൺട്രോൾ വാൽവുകൾ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലും ഘടിപ്പിച്ചിരിക്കുന്ന കൺട്രോൾ വാൽവുകൾ രണ്ടും ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനുള്ളിൽ കൂടി വെള്ളം സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? വീൽ വാൽവ് പതിയെ ക്ലോസ് ചെയ്യാൻ തുടങ്ങണം. അപ്പം പതിയെ ക്ലോസ് ചെയ്ത് ഒരു പ്രഷർ ഡിഫറൻസ് ആ വെഞ്ചുറിക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വരെ അത് ക്ലോസ് ചെയ്യണം. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ക്ലോസ് ചെയ്യണം. അപ്പോൾ വെള്ളം സ്പീഡിൽ ഒഴുകി വെഞ്ചുറി ട്യൂബിലെ നാരോ പാസേജിൽ കൂടി കടന്നു പോകും. ബെർണോളിസ് തിയറം അനുസരിച്ച് കൺസ്ട്രക്ഷൻസിൽ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടി പ്രഷർ കുറയും. വീതി കൂടിയ പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് വെള്ളം വീതി കുറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ വെള്ളത്തിന്റെ വെലോസിറ്റി കൂടി, അതായത് സ്പീഡ് കൂടി പ്രഷർ കുറയും. അത് വീണ്ടും പ്രഷർ കൂടിയ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു.
ആ വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഭാഗത്താണ് ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബ് ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രഷർ കൂടിയ ഫെർട്ടിലൈസർ സൊല്യൂഷൻ ഈ വാക്വത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. അങ്ങനെ വെഞ്ചുറി ട്യൂബിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഫെർട്ടിലൈസർ സൊല്യൂഷൻ മെയിൻ ലൈനിലേക്ക് എത്തി വെള്ളവുമായിട്ട് ചേർന്ന് ചെടികളുടെ ചുവട്ടിലെത്തുന്നു. അടുത്ത എക്യുപ്മെന്റ് ആണ് ഫെർട്ടിലൈസർ ടാങ്ക്. ഇതാണ് ഫെർട്ടിലൈസർ ടാങ്ക്. ഇതിൽ ഫെർട്ടിലൈസർ ലായനി തന്നെ നിറയ്ക്കണമെന്ന് നിർബന്ധമില്ല. പൊടി രൂപത്തിലോ അല്ലെങ്കിൽ ലായനി രൂപത്തിലോ ഉള്ള വളങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ നിറയ്ക്കാം. ഈ 2 ട്യൂബുകളാണ് മെയിൻ ലൈനിലേക്ക് നമ്മൾ ഘടിപ്പിക്കുന്നത്. ആ 2 ട്യൂബുകൾ മെയിൻ ലൈനിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ? ആ ട്യൂബിന് പറയുന്ന പേരാണ് ബൈപ്പാസ് ട്യൂബ്. ഒന്ന് എൻട്രി പൈപ്പ്, വെള്ളം ടാങ്കിലേക്ക് കയറാനും, മറ്റേത് എക്സിറ്റ് പൈപ്പ്, ഫെർട്ടിലൈസർ കലർന്ന വെള്ളം തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറാനും വേണ്ടിയിട്ടാണുള്ളത്. ഈ ഫെർട്ടിലൈസർ ടാങ്കിന്റെ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലും പ്രഷർ വ്യത്യാസമാണ്. ഈ പ്രഷർ ഗ്രേഡിയന്റ് മൂലമാണ് വെള്ളം എൻട്രി പോയിന്റിൽ കൂടി ഫെർട്ടിലൈസർ ടാങ്കിന്റെ ഉള്ളിലേക്ക് കയറി ഫെർട്ടിലൈസറുമായിട്ട് കലർന്ന് എക്സിറ്റ് പൈപ്പിൽ കൂടി പുറത്തേക്ക് വരുന്നത്. എക്സിറ്റ് പൈപ്പിൽ കൂടി പുറത്തേക്ക് വരുന്ന ഫെർട്ടിലൈസർ കലർന്ന വെള്ളം മെയിൻ ലൈനിലേക്ക് കയറി ചെടിയുടെ ചുവട്ടിലേക്ക് എത്തുന്നു. ഫെർട്ടിലൈസർ ടാങ്കിൽ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും തമ്മിൽ പ്രഷർ വ്യത്യാസമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പല ഫെർട്ടിലൈസർ ടാങ്കിലും പല രീതിയിലായിരിക്കും. ചിലതിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചില ഫെർട്ടിലൈസർ ടാങ്കുകളിൽ കൺട്രോൾ വാൽവുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നത്. അത് ഓരോ ടൈപ്പ് ഫെർട്ടിലൈസർ ടാങ്കിനെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ പ്രാവശ്യവും വെള്ളം ഈ എൻട്രി പോയിന്റിൽ കൂടി കയറി ഫെർട്ടിലൈസർ ടാങ്കിന്റെ ഉള്ളിലെത്തി അതിന്റെ ഉള്ളിലെ വളലായനിയുമായിട്ട് കലർന്ന് എക്സിറ്റ് പോയിന്റിൽ കൂടി കയറി പുറത്തേക്ക് പോകുമ്പോൾ ഈ ഫെർട്ടിലൈസർ ടാങ്കിന്റെ ഉള്ളിലുള്ള വളലായനി ഡൈല്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ആ വളലായനിയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഫെർട്ടിലൈസർ ടാങ്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ കലർന്നിരിക്കുന്ന വളത്തിന്റെ കോൺസെൻട്രേഷൻ ഒരുപോലെ ആയിരിക്കില്ല. ആദ്യമൊക്കെ വളത്തിന്റെ കോൺസെൻട്രേഷൻ നല്ല കോൺസെൻട്രേഷനിലുള്ള വളമായിരിക്കും പുറത്തേക്ക് വരുന്നത്. പിന്നീട് ആ വളത്തിന്റെ കോൺസെൻട്രേഷൻ നേർത്ത് വരും. അവസാനം ആകുമ്പോഴേക്കും വളരെ കുറച്ച് അളവ് വളം മാത്രമേ ഫെർട്ടിലൈസർ ടാങ്കിൽ നിന്ന് പുറത്തു വരുന്ന വെള്ളത്തിൽ കലർന്നിരിക്കുകയുള്ളൂ. ഇത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇനി ചെയിൻ ഇറിഗേഷൻസിന്റെ ഒരു ആനിമേഷൻ വീഡിയോ കാണാം. ഫെർട്ടിലൈസർ ടാങ്കിനുള്ളിലേക്ക് ഫെർട്ടിലൈസർ സൊല്യൂഷൻ നിറയ്ക്കുന്നു. ഇവിടെ കൺട്രോൾ വാൽവ് ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബൈപ്പാസ് ട്യൂബുകളിലേക്കുള്ള കൺട്രോൾ വാൽവുകൾ തുറക്കുന്നു. അപ്പോൾ ഇൻലെറ്റ് ബൈപ്പാസ് ട്യൂബിൽ കൂടി വെള്ളം ഫെർട്ടിലൈസർ ടാങ്കിനുള്ളിൽ പ്രവേശിച്ച് ഉള്ളിലുള്ള ഫെർട്ടിലൈസർ സൊല്യൂഷനുമായി കലർന്ന് ഔട്ട്ലെറ്റ് ബൈപ്പാസ് ട്യൂബിൽ കൂടി പുറത്തെത്തി മെയിൻ ലൈനിലൂടെ വെള്ളവുമായി കലർന്ന് ചെടിയുടെ ചുവട്ടിലെത്തുന്നു. പോയിന്റ്സ് ഒന്നുകൂടി നമുക്ക് നോക്കാം. പൊടി രൂപത്തിലുള്ളതോ ലൈൻ രൂപത്തിലുള്ളതോ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ടാങ്കിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റും. ബൈപ്പാസ് പൈപ്പുകൾ കൊണ്ടാണ് ടാങ്കിനെ മെയിൻ ഇറിഗേഷൻ ലൈനുമായിട്ട് ഘടിപ്പിക്കുന്നത്.
ഈ ബൈപ്പാസ് പൈപ്പിൽ കൂടി എൻട്രി പോയിന്റിലൂടെ ഫെർട്ടിലൈസർ ടാങ്കിന്റെ ഉള്ളിലേക്ക് വെള്ളം കടന്ന് അതിൻ്റെ ഉള്ളിലുള്ള വളലായനിയുമായിട്ട് അല്ലെങ്കിൽ പൊടി രൂപത്തിലുള്ള വളവുമായിട്ട് കൂടി ചേർന്നിട്ട് എക്സിറ്റ് പോയിന്റിൽ കൂടി പുറത്തേക്ക് ഫെർട്ടിലൈസർ കലർന്ന വെള്ളം പുറത്തേക്ക് വരുന്നു. ഫെർട്ടിലൈസർ ടാങ്കിന്റെ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും തമ്മിലുള്ള പ്രഷർ വ്യത്യാസം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഫെർട്ടിലൈസർ ടാങ്കിന്റെ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും തമ്മിലുള്ള പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പല ഫെർട്ടിലൈസർ ടാങ്കിലും പല രീതിയിലായിരിക്കും. ചിലതിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മൂലമായിരിക്കും പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലതിൽ കൺട്രോൾ വാൽവ് മൂലമായിരിക്കും പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻട്രി പോയിന്റിൽ കൂടി അകത്ത് വെള്ളം കടന്ന് ഫെർട്ടിലൈസർ ടാങ്കിലുള്ള ഫെർട്ടിലൈസറുമായിട്ട് കലർന്നിട്ട് ആണ് ഫെർട്ടിലൈസർ കലർന്ന വെള്ളം എക്സിറ്റ് പോയിന്റിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഫെർട്ടിലൈസറിന്റെ കോൺസെൻട്രേഷൻ ഒരുപോലെ ആയിരിക്കില്ല. ആദ്യമൊക്കെ നല്ല കോൺസെൻട്രേഷനിലുള്ള ഫെർട്ടിലൈസർ ലായനി ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. പിന്നീട് കോൺസെൻട്രേഷൻ കുറഞ്ഞ് അവസാനമാകുമ്പോഴേക്കും കുറച്ച് കോൺസെൻട്രേഷനേ ഉണ്ടാവുള്ളൂ. ഫെർട്ടിലൈസറിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അടുത്തത് ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പാണ്. ഇതാണ് ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പ്. ഇതിനുള്ളില് പിസ്റ്റൺ പമ്പോ ഡയഫ്രം പമ്പോ ഓരോ ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പിനെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒന്നുകിൽ പിസ്റ്റൺ പമ്പായിരിക്കും, അല്ലെങ്കിൽ ഡയഫ്രം പമ്പായിരിക്കും ഉണ്ടാവുക. മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രഷർ കൊണ്ടാണ് ഈ പമ്പുകൾ വർക്ക് ചെയ്യുന്നത്. മെയിൻ ലൈനിൽ കൂടി വെള്ളം എത്ര സ്പീഡിൽ ഒഴുകുന്നോ അത്രയും സ്പീഡിൽ ഈ പമ്പും വർക്ക് ചെയ്യും. ഇനി മെയിൻ ലൈനിൽ കൂടിയുള്ള വെള്ളം ഒഴുക്ക് നിലച്ചാല് ഈ പമ്പുകളുടെ പ്രവർത്തനവും നിലച്ചു പോകും. ഇതിന്റെ അടിയിലുള്ള ഈ സക്ഷൻ ട്യൂബാണ് ഫെർട്ടിലൈസർ നിറച്ച ടാങ്കിലേക്ക് മുക്കി വയ്ക്കുന്നത്. ഈ മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് പിസ്റ്റൺ പമ്പ് പ്രവർത്തിക്കും. അപ്പോൾ ഈ ഫെർട്ടിലൈസർ അടങ്ങിയ ടാങ്കിൽ നിന്നും ഈ ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടി വളലായനി മുകളിലേക്ക് വലിച്ചെടുക്കപ്പെടും. എന്നിട്ട് മെയിൻ ലൈനിലേക്ക് കലർന്ന് ചെടികളുടെ ചുവട്ടിലേക്ക് എത്തും. ഇതാ നോക്കൂ, മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രഷർ മൂലം പിസ്റ്റൺ പമ്പ് വർക്ക് ചെയ്യുന്നു. പിസ്റ്റൺ പമ്പിന്റെ പ്രവർത്തനം മൂലം ഫെർട്ടിലൈസർ അടങ്ങിയ ടാങ്കിൽ നിന്നും ഫെർട്ടിലൈസർ മുകളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. ഇവിടെ എത്തി വെള്ളവുമായിട്ട് ഫെർട്ടിലൈസർ കൂടി കലരുന്നു. ആ ഫെർട്ടിലൈസർ കലർന്ന വെള്ളം മെയിൻ ലൈനിൽ കൂടി ചെടികളുടെ ചുവട്ടിലേക്ക് എത്തുന്നു. ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നുകൂടി നമുക്ക് പറയാം. മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രഷർ മൂലം പ്രവർത്തിക്കുന്ന പിസ്റ്റൺ പമ്പുകളോ അല്ലെങ്കിൽ ഡയഫ്രം പമ്പുകളോ ആണിവ. മെയിൻ ലൈനിൽ കൂടി എത്ര സ്പീഡില് വെള്ളം ഒഴുകുന്നോ അത്രയും സ്പീഡില് ഈ പമ്പുകൾ പ്രവർത്തിക്കും. മെയിൻ ലൈനിൽ കൂടിയുള്ള വെള്ളം ഒഴുക്ക് നിലച്ചാൽ പമ്പുകളുടെ പ്രവർത്തനവും നിൽക്കും. പിസ്റ്റൺ പമ്പുകളുടെ പ്രവർത്തനം മൂലം ഫെർട്ടിലൈസർ സക്ഷൻ ട്യൂബിൽ കൂടി മുകളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഫെർട്ടിലൈസർ സൊല്യൂഷൻ മെയിൻ ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളവുമായി ചേർന്ന് ചെടികളുടെ ചുവട്ടിൽ എത്തുന്നു. ഇനി നമുക്ക് ഫെർട്ടി കിറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതൊരു ഫെർട്ടി കിറ്റാണ്. ഇത് നെറ്റാഫേമിന്റെ ഒരു ഫെർട്ടി കിറ്റ് യൂണിറ്റ് ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഫെർട്ടിഗേഷൻ യൂണിറ്റുകളാണ് ഇത്. ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് കൺട്രോളേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
സോളനോയിഡ് വാൽവുകളാണ് സിഗ്നലുകളെ തിരിച്ചറിഞ്ഞ് അവയ്ക്കനുസരിച്ച് ഈ ഓട്ടോമേറ്റഡ് യൂണിറ്റിനെ പ്രവർത്തിപ്പിക്കുന്നത്. വളരെ കൃത്യമായ അളവിൽ കൃത്യമായ ഇടവേളകളിൽ ഫെർട്ടിലൈസേഴ്സ് നൽകാൻ ഈ ഓട്ടോമേറ്റഡ് യൂണിറ്റ് കൊണ്ട് നമുക്ക് സാധിക്കും. ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ്സിൽ വെഞ്ചുറി, ഫെർട്ടിലൈസർ ടാങ്ക്, അതുപോലെ ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പ്, ഇവയുടെ മൂന്നിൻ്റെയും വർക്കിംഗ് പഠിച്ചു. ഇവയുടെ വർക്കിങ്ങിൻ്റെ ഓരോ ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. ഒരു A4 സൈസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ നിങ്ങൾക്കത് തയ്യാറാക്കാം. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളത് ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക. നോട്ട്സ് എഴുതിയെടുക്കുക. നോട്ട്സ് എഴുതിയെടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക.